ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈടെക് ലൂസിഫറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പബ്ജി മൊബൈൽ സീസൺ 13 വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. സോ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ബേസിക് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. ബേസിക് അപ്ഡേറ്റ്സിൽ ആദ്യം നെറ്റ്വർക്ക് സ്പീഡ് ബൂസ്റ്റ് എന്ന ഓപ്ഷൻ. നെറ്റ്വർക്ക് സ്പീഡ് ബൂസ്റ്റ് എന്ന ഓപ്ഷൻ വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കളിക്കുന്നവർക്ക് അവരുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ കാൻഡഡ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ. കാൻഡഡ് സൈറ്റ് എന്നത് നമ്മുടെ സ്കോപ്പ് പോലെ തന്നെ ഒരു ഒബ്ജക്റ്റാണ്. അതിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് ബേസിക് സെറ്റിംഗ്സിൽ അവൈലബിൾ ആകും. രണ്ട് ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക: ടാപ്പ് ടു യൂസ് സ്കോപ്പ്, ടാപ്പ് ടു സ്വിച്ച് സ്കോപ്പ് എന്നിവയാണ് ഓപ്ഷൻസ്. ഇതിനൊക്കെ പുറമെ പബ്ജി മൊബൈലിൽ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സെൻസിറ്റിവിറ്റി പബ്ജിയുടെ ക്ലൗഡ് സ്റ്റോറേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആകും. അതുപോലെ തന്നെ ഓരോ മാച്ച് കഴിയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കിനി മുതൽ അറിയാൻ പറ്റും. നമ്മൾ ഏതൊക്കെ വെപ്പൺസ് ഉപയോഗിച്ചു, അത് എത്ര നേരം ഉപയോഗിച്ചു, അത് വെച്ച് എത്ര ഡാമേജ് എടുത്തു, അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും. അടുത്തതായി പറയാൻ പോകുന്നത് വെപ്പൺ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. വെപ്പൺ അപ്ഡേറ്റ്സിൽ ആദ്യം പറയാൻ പോകുന്നത് Win94 വന്ന അപ്ഡേറ്റാണ്. Win94 ഡിഫോൾട്ടായിട്ടൊരു പെർമനൻറ്റ് സ്കോപ്പ്, അതാണ് ഇനി മുതൽ വരാൻ പോകുന്ന അപ്ഡേറ്റുകളിൽ കാണാൻ പോകുന്നത്. ഡിഫോൾട്ടായിട്ട് 6x പോലെ തോന്നിക്കുന്ന ഒരു സ്കോപ്പ്, എന്നാൽ 2.7x ആണ് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ. 2.7 ആണ് ഇതിൻ്റെ ആക്ച്വൽ മാഗ്നിഫിക്കേഷൻ. കണ്ടാൽ പക്ഷേ 6x പോലെ തോന്നും. അടുത്തതായി പറയാൻ പോകുന്നത് പുതുതായി വന്നൊരു ഗണ്ണിനെ കുറിച്ചാണ്. അതിൻ്റെ പേര് P90. ഫ്രീ ഫയർ കളിക്കുന്നവർക്കൊക്കെ അറിയാം. P90 അടുത്ത അപ്ഡേറ്റ് മുതൽ നമുക്ക് അവൈലബിൾ ആകും. പക്ഷേ ക്ലാസിക് മോഡുകളിലൊന്നും നമുക്കത് കിട്ടില്ല. അറീന ഗെയിം മോഡിലായിരിക്കും നമുക്ക് P90 അവൈലബിൾ ആവുക. നമുക്ക് അറീന ട്രെയിനിങ്, ടീം ഡെത്ത് മാച്ച് അതുപോലുള്ള ഗെയിമുകളിലൊക്കെ നമുക്ക് P90 ഉപയോഗിക്കാം. പക്ഷേ ക്ലാസിക് മാച്ചുകളിൽ നമുക്ക് കിട്ടത്തില്ല. 9mm ബുള്ളറ്റ്സ് ആണ് P90 ഉപയോഗിക്കുന്നത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ചിയർ പാർക്ക് എന്നൊരു ഗെയിം മോഡിനെ കുറിച്ചാണ്. ഈ ഗെയിം മോഡ്, ചിയർ പാർക്ക് എന്ന ഗെയിം മോഡ് നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിന് വളരെ സിമിലറാണ്. ഇവിടെ നമുക്ക് ട്രെയിൻ ചെയ്യാം, ഓരോരോ തോക്കുകളെടുക്കാം, ട്രെയിനിങ് നടത്താം. അതുപോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ മോഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണക്ക് ട്രാംബുലൻസ്, നമ്മൾ ചാടി ചാടി കളിച്ച ട്രാംബുലൻസും ആ ഗെയിമുകൾ നമ്മൾ കളിച്ച ഡക്ക് ഹണ്ട്, ഹൺ ഗെയിം, സ്പേസ് വാർ, അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ നമുക്ക് ഈ മോഡിൽ അവൈലബിൾ ആകും. ഈ ഗെയിം മോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കളിക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, പരസ്പരം ചലഞ്ച് ചെയ്യാം. ഈ ചലഞ്ചുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഈ ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടും. ഈ പോയിൻ്റുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്നവരെ വിജയികളായി തിരഞ്ഞെടുക്കുകയും ചെയ്യും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഹോൾ മോഡ് എന്നൊരു പുതിയൊരു മോഡാണ്. ഈ മോഡ് നമ്മുടെ പബ്ജി PC വെർഷനിൽ അവൈലബിൾ ആണ്. ഇനി അടുത്ത സീസൺ തൊട്ട് നമ്മുടെ പബ്ജി മൊബൈലിലും നമുക്കിത് അവൈലബിൾ ആകും. ഈ ബ്ലൂ ഹോൾ മോഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സേഫ് സോണിൻ്റെ അകത്ത് ഒരു ബ്ലൂ സർക്കിൾ കാണും. ആ ബ്ലൂ സർക്കിളിൻ്റെ അകത്ത് നമ്മൾ ലാൻഡ് ചെയ്യുകയോ അതിനകത്ത് കയറുകയോ ചെയ്താൽ നമ്മുടെ ലൈഫ് കുറയും. അതായത് നമ്മുടെ ബ്ലൂ സോൺ വന്ന് നമുക്ക് ലൈഫ് കുറയുന്നത് പോലെ ബ്ലൂ ഹോളിനകത്ത് കയറിയാലും നമ്മുടെ ലൈഫ് കുറയും. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ ഹോളിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ലാൻഡ് ചെയ്യാനും ലൂട്ട് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ. അതിനകത്തിറങ്ങിപ്പോയാൽ പണി കിട്ടും. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ, സോൺ ഷ്രിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് ബ്ലൂ ഹോൾ സേഫ് സോൺ ആകും. അതായത് ഇപ്പോഴുള്ള സോൺ ഷ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബ്ലൂ ഹോൾ അടുത്ത സേഫ് സോൺ ആകും. അങ്ങനെ ഓരോരോ ബ്ലൂ ഹോളും സേഫ് സോണുകളായി മാറിക്കൊണ്ടിരിക്കും. പക്ഷേ സോൺ ഷ്രിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് പവർ കൂടുന്നത് പോലെ ഈ ബ്ലൂ ഹോളും ഷ്രിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് പവർ കൂടും. അതുകൊണ്ട് തന്നെ ഓരോ മാച്ചും തീരുമ്പോൾ സേഫ് സോണിന് വെളിയിലോ ബ്ലൂ ഹോളിന് അകത്തോ ആവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എങ്ങാനും ആയിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കട്ടപ്പോയായിപ്പോവും. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് മാപ്പ് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. മാപ്പ് അപ്ഡേറ്റ്സിൽ ആദ്യം മിറാമർ 2.0. നമ്മൾ നോർമലി പ്രതീക്ഷിച്ച ഇറങ്ങൽ 2.0 പക്ഷേ പബ്ജി മൊബൈൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് മിറാമർ 2.0 ആണ്. മിറാമർ 2.0 നമ്മുടെ പഴയ മിറാമറിൻ്റെ ആ ഓൾഡ് ബോറിങ് അപ്പിയറൻസ് മൊത്തം മാറ്റി പുതിയൊരു എക്സൈറ്റിംഗ് അപ്പിയറൻസുമായിട്ടാണ് മിറാമറെ ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ മാറ്റങ്ങൾ കാണാൻ കഴിയും. ഈ പ്ലെയിനിലിരിക്കുമ്പോൾ തന്നെ ആ ആകാശം നല്ല അടിപൊളി ഒരു സൺസെറ്റാണ്. അത്രയ്ക്ക് നിറവും ആ കളർ റേഡിയൻറ്റും ഒക്കെ കറക്റ്റായിട്ടാണ്. പിന്നെ സാൻഡ്സ്റ്റോം, ഫുൾ സാൻഡ്സ്റ്റോമുള്ള മിറാമറുമുണ്ട്. പിന്നെ സാൻഡ്സ്റ്റോം ഒരു സിറ്റിയിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മോഡുമുണ്ട്. ഇപ്പോൾ ഞാൻ കളിക്കുന്നത് ഫുൾ സാൻഡ്സ്റ്റോമുള്ള മോഡാണ്. ഇതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പുതിയ മിറാമറിലുണ്ട്. ഒയാസിസ്, പിന്നെ റേസ് ട്രാക്ക്, വെൻഡിങ് മെഷീൻസ്, പുതിയ ബിൽഡിങ്ങുകൾ, പുതിയ റോഡുകൾ, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് പുതിയ മിറാമർ വന്നിരിക്കുന്നത്. അടുത്ത മാപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാൻഡ് ഹോക്കിലാണ്.
സാൻഡ് ഹോക്കിലെ ജംഗിൾ അഡ്വഞ്ചർ മോഡ്, നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ മോഡ്, വിൻ്റർ മോഡ്, അങ്ങനെയുള്ളതൊക്കെ നോർമലി ഇറങ്ങുന്നതാണ് വരുന്നത്. അതൊക്കെ മാറി പുതുതായിട്ടൊരു മോഡ് സാൻഡ് ഹോക്കിൽ വരികയാണ്, ജംഗിൾ അഡ്വഞ്ചർ മോഡ്. ഈ ജംഗിൾ അഡ്വഞ്ചർ മോഡിൻ്റെ മേജർ അട്രാക്ഷനാണ് ഹോട്ട് എയർ ബലൂൺസ്. നമുക്ക് നമ്മുടെ മാപ്പിൽ തന്നെ കാണാൻ കഴിയും എവിടെയൊക്കെയാണ് ഹോട്ട് എയർ ബലൂൺസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. പിന്നെ ഇതുപോലുള്ള ശിലകൾ നമുക്ക് ഇവരുടെ മുൻപിൽ ചെന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇൻവോക്ക് എന്നൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. നമ്മൾ അതിൽ ഞെക്കി കഴിയുമ്പോൾ നമുക്കിതുപോലെ അവരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിച്ചത് കണക്ക് നമുക്ക് ഇവരുടെ മുമ്പിൽ നിന്ന് കുറച്ച് സമ്മാനങ്ങൾ കിട്ടും. ഹെൽമെറ്റോ, തോക്കോ, തോക്കിൻ്റെ ഉണ്ടയോ, അങ്ങനെ ഒരുപാടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലുള്ള ജംഗിൾ ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും. ഈ ജംഗിൾ ഫുഡ് ഐറ്റംസ് നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ബാക്ക് പാക്ക് എടുത്താൽ കാണാൻ പറ്റും. അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും, ഒരുപാട് നമുക്ക് കിട്ടും. നമ്മൾ അതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു എനർജി കിട്ടും എന്നാണ് പബ്ജിക്കാർ പറയുന്നത്. പിന്നെ ഹോട്ട് എയർ ബലൂൺസ്, നമുക്ക് ജംപ് ബട്ടൺ ഞെക്കി ഇതിൻ്റെ അകത്ത് കയറാൻ കഴിയും. ഇതിൻ്റെ അകമൊക്കെ നമുക്ക് നോക്കാം. ഹോട്ട് എയർ ബലൂൺസ് നല്ല പൊടിയാണ്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ ലിവർ. നമുക്കിതിന് താഴെ ചെന്ന് നിന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് നമുക്ക് പൊക്കാനും താക്കാനും ഒക്കെ മാത്രമേ പറ്റുള്ളൂ. ഹെലികോപ്റ്ററാണ്, നമുക്ക് സൈഡിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതെവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് പൊക്കുകയോ താക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് സൈഡിലൊക്കെ എനിമീസ് ഉണ്ടോയെന്നോ വേറെ എന്തെങ്കിലും ഡ്രോപ്പ് വീണമെന്നോ ആരെങ്കിലും ഫയർ അടിച്ചിട്ടുണ്ടോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി പറയാൻ പോകുന്നത് 2 ബോണസ് അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് വെപ്പൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. നമുക്ക് സ്വന്തമായിട്ട് സ്കിന്നുണ്ടാക്കി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്കിന്നുണ്ടാക്കി നമുക്ക് നമ്മുടെ വെപ്പൺസിന് വയ്ക്കാം. അങ്ങനെയുള്ളൊരു അപ്ഡേറ്റാണ് അടുത്ത സീസൺ തൊട്ട് വരാൻ പോകുന്നത്. ഇതിനുള്ള മെറ്റീരിയൽസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും, അല്ലാതെ നമ്മൾ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ അടുത്ത സീസണിൽ വരുന്ന ഒരു പുതിയൊരു ക്യാരക്ടർ ആൻറ്റി. നമുക്ക് കഴിഞ്ഞ സീസണിൽ കാർലോ വന്നതുപോലെ ഈ സീസണിൽ വരാൻ പോകുന്നതാണ് ആൻറ്റി എന്ന് പറയുന്നത്. നല്ല കിഡു ആളാണ്. 1200 യൂസ് കൊടുത്താണ് പുള്ളിയെ നമ്മൾ അൺലോക്ക് ചെയ്യാനുള്ളത്. ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണോ? ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി.